ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട് എന്നുകൂടി കാണാം. ശിവപുരാണത്തിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ചു പറയും. ആ അരുണാചല ആവിർഭാവം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് രണ്ടാം ദിവസത്തിലെ കഥാഭാഗത്തിൽ പ്രധാനമായിട്ട് വരുന്നത് പാർവതീ ചരിത്രമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഹിമവാന്റെ പുത്രിയായി ദേവി ആവിർഭവിച്ചത്? അവ ശൂരപത്മാദികളുടെ ദ്രോഹം എന്നാണ്. ശൂരപത്മാസുരന്മാരുടെ ഉത്ഭവവും അവരുടെ ദ്രോഹം കൊണ്ട് ദേവന്മാരൊക്കെ സങ്കടത്തിലാവുന്നു. ദേവന്മാർ കാമദേവനെ ശിവസമീപത്ത് അയക്കുന്നു. ഹിമവാന്റെ പുത്രിയായ പാർവതി, ആ ശക്തി സ്വരൂപിണിയായിട്ടുള്ള പാർവതിയിൽ ശിവന് ഒരു പ്രേമമുണ്ടാവണം. അങ്ങനെ ശിവപത്നിയായിട്ട് ദേവി മാറണം. എന്നാൽ മാത്രമേ ശിവപുത്രനുണ്ടാവൂ. എങ്കിലേ തങ്ങളുടെ ഈ സങ്കടം തീരൂ. അതിന് കാമദേവനെ അയക്കുന്നു. കാമദേവനെ ഭസ്മമാക്കുന്നു. പിന്നീട് പാർവതീദേവിയുടെ തപസ്. ആ പാർവതി തപസ്സിനെ പരീക്ഷിക്കാനായിട്ട് ശ്രീപരമേശ്വരൻ സപ്തർഷികളെ അയക്കുന്നു പാർവതീ സമീപം. ഒടുവിൽ ഭഗവാൻ തന്നെ പാർവതീദേവിയെ പരീക്ഷിച്ചിട്ടാണ്, ശരി, ഞാൻ പാർവതിയെ സ്വീകരിക്കാം, അങ്ങനെ വരം കൊടുത്തു, അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് ആ വിവാഹം, പാർവതീ പരിണയമൊക്കെ വരിക. അപ്പോൾ നാളെ അതിൻ്റെ തുടർന്ന് വരുന്ന കഥാഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. പാർവതീ പരിണയം ഏതാണ്ട് 10 മണിയോടൊക്കെ കൂടി ആ ദേവിയെ നമുക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരികയും ഇവിടെ വച്ച് ആ സമയത്ത് മലർപ്പറ നിറയ്ക്കുക പ്രാധാന്യമാണ്. മംഗല്യ സൂക്തമർച്ചന ചെയ്യാം, താമ്പൂലം സമർപ്പിക്കുക, മുല്ലമാല സമർപ്പിക്കുക, പ്രധാനമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക. അതൊക്കെ നാളെ വരുന്ന ഭാഗങ്ങളാണ്. പിന്നീട് ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും പാർവതീ പരിണയം കഴിഞ്ഞാൽ കൂടി ശിവപുത്രൻ ആവിർഭവിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ദുഃഖം തീരൂ എന്നതുകൊണ്ട് ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ്. ആ സുബ്രഹ്മണ്യൻ്റെ സ്കന്ദൻ്റെ ജനനത്തിന് മുന്നേ ആയിട്ട് ഉള്ള ദേവന്മാരുടെ പ്രാർത്ഥന, അതൊക്കെയാണ് തുടർന്ന് പറയുക. അപ്പം അതുവരെയുള്ള കഥാസന്ദർഭങ്ങളാണ് നാളെ നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷമാണ് 3-ാം ദിവസം പ്രഭാതത്തിൽ സ്കന്ദ ആവിർഭാവം, സ്കന്ദാവതാരം ഒക്കെ വരിക. നമുക്ക് ഇന്നത്തെ ഈ 1-ാം ദിവസത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ശ്രീ ശരവണഭവായ നമഃ. നമഃ ശിവായ 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 നമഃ ശിവായ. ഹേ സ്വാമിനാഥ കരുണാകര ദീനബന്ധോ ശ്രീ പാർവതീശ മുഖപങ്കജ പത്മബന്ധോ ശ്രീശാദിദേവഗണപൂജിത പാദപത്മ വല്ലീസനാഥ മമ ദേഹി കരാവലംബം. ദേവാദിദേവനുത ദേവഗണാധിനാഥ ദേവേന്ദ്രവന്ദ്യമൃദുപങ്കജ മഞ്ജുപാദ ദേവർഷി നാരദ മുനീന്ദ്രസുഗീതകീർത്തെ വല്ലീസനാഥ മമ ദേഹി കരാവലംബം. നിത്യാന്നദാന നിരതാഖില രോഗഹാരിൻ തസ്മാൽ പ്രധാന പരിപൂരിത ഭക്തകാമ ശ്രുത്യാഗമ പ്രണവവാച്യ നിജസ്വരൂപ വല്ലീസനാഥ മമ ദേഹി കരാവലംബം. ക്രൗഞ്ചാസുരേന്ദ്ര പരിഖണ്ഡന ശക്തിശൂല പാശാദിശസ്ത്ര പരിമണ്ഡിത ദിവ്യപാണേ ശ്രീകുണ്ടലീശ ധൃതതുണ്ട ശിഖീന്ദ്രവാഹ വല്ലീസനാഥ മമ ദേഹി കരാവലംബം.
ദേവാദിദേവരഥമണ്ഡലമധ്യ വേദ്യ ദേവേന്ദ്ര പീഠനഗരം ദൃഢചാപഹസ്തം ശൂരം നിഹത്യ സുരകോടിഭിരീഡ്യമാന വല്ലീസനാഥ മമ ദേഹി കരാവലംബം. ഹാരാതിരത്ന മണിയുക്ത കിരീടഹാര കേയൂരകുണ്ടലസൽ കവചാഭിരാമ ഹേ വീര താരകജയാമര വൃന്ദവന്ദ്യ വല്ലീസനാഥ മമ ദേഹി കരാവലംബം. പഞ്ചാക്ഷരാദിമനുമന്ത്രിതഗാംഗതോയൈഃ പഞ്ചാമൃതൈ പ്രമുദിതേന്ദ്രമുഖൈർമുനീന്ദ്രൈഃ പട്ടാഭിഷിക്തഹരിയുക്തപരാസനാഥ വല്ലീസനാഥ മമ ദേഹി കരാവലംബം. ശ്രീകാർത്തികേയ കരുണാമൃതപൂർണ്ണ ദൃഷ്ട്വാ കാമാതിരോഗകലുഷീകൃതദുഷ്ടചിത്തം ഭക്താതു മാമവകകലാധരകാന്തികാന്തിയാ വല്ലീസനാഥ മമ ദേഹി കരാവലംബം. വെറ്റിവേൽ മുരുകനുക്ക് ഹരഹരോ ഹരഹര. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. പാർവതി നന്ദന ശംഭുകുമാര ശരണം മേ തവ ചരണയുഗം. മുഷികവാഹനമോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. കരചരണകൃതം വാ കർമ്മവാക്കായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിദിതമവിദിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.